KEM ഇരകളുടെ മാനിഫെസ്റ്റോ, കറുപ്പിന്റെ സൗന്ദര്യശാസ്ത്രം, ഉത്സവങ്ങളുടെ രാഷ്ട്രീയം, സമൂഹം, സാഹിത്യം, സംസ്കാരം, കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രവും വർത്തമാനവും, ഫാസിസത്തിന്റെ അദൃശ്യലോകം, പ്രണയം, കവിത, സംസ്കാരം, നാലാം ലോകത്തിന്റെ രാഷ്ട്രീയം തുടങ്ങി 30ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. KS ഹരിഹരനോടൊപ്പം ചേർന്ന് എഴുതിയ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ പരിണാമം എന്ന പുസ്തകത്തിന് അബുദാബി ശക്തി അവാർഡ് ലഭിച്ചു. മാഷിനെ ഒരുപാട് സ്നേഹത്തോടെ സാഹിതി 2025 സ്വാഗതം ചെയ്യുന്നു. സെക്യുലറിസത്തിന്റെ അതിജീവനവും സാംസ്കാരിക ഇടപെടലുകളുടെ അനിവാര്യതയും എന്ന വിഷയത്തിലാണ് മാഷ് പ്രഭാഷണം നിർവഹിക്കുന്നത്. ആമുഖ ഭാഷണത്തിനായി മലയാള സർവകലാശാല എഴുത്തച്ഛൻ പഠന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ KM അനിൽ മാഷിനെ സ്വാഗതം ചെയ്യുന്നു. സെക്യുലറിസത്തിന്റെ അതിജീവനം എന്ന ഈ പ്രമേയം പോസ്റ്റ് സെക്യുലറിസത്തെ കുറിച്ചുള്ള ഒരു ആലോചനയ്ക്ക് ശേഷമാണ് നിർവഹിക്കപ്പെടുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിജീവനം എന്നത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതിനെ മറികടക്കാനുള്ള ഉപായത്തെയാണ് നമ്മൾ അതിജീവനം എന്ന് പറയുന്നത്. അപ്പോൾ നാം ഒരു ആപത്തിന്റെ ഘട്ടത്തിലാണ് എന്ന് നാം തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു. അക്കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അങ്ങനെ ആപത്തിന്റെ ഘട്ടത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ സാമൂഹ്യ ജീവിതം അതെങ്ങനെയാണ് നമ്മൾ ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യേണ്ടത്, അതിജീവിക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഇതൊരു ആദർശമാണ്, അതൊരു ഐഡിയൽ ആയിട്ടുള്ള ഒന്നാണ്. ആ ആദർശാത്മകമായ സെക്യുലർ സമൂഹത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നാം അല്പമെങ്കിലും ആ ദിശയിൽ നടത്തിയ മുന്നേറ്റം ഇന്ന് തിരിച്ചടി നേരിടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. സെക്യുലറിസം നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ആത്മാവാണ് എന്ന് പറയും. ഗാന്ധി വെടിയേറ്റ് മരിച്ചത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടത് മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിലാണ്. ഇന്ത്യയിൽ ബാബറി പള്ളി പൊളിക്കുന്നത് വരെ നടന്ന രഥയാത്രകളും ബാബറി പള്ളി പൊളിച്ചതിന് ശേഷമുള്ള സംഘർഷങ്ങളും ഇന്ന് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു കക്ഷി അധികാരത്തിലെത്തുന്നതോടുകൂടി രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ തന്നെ തകർക്കപ്പെടുന്ന ഒരവസ്ഥയും ഒക്കെ സംജാതമായ ഒരു സാഹചര്യത്തിൽ അതൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ല. ഈ ഒരു അവസ്ഥ എങ്ങനെ മറികടക്കും എന്നതാണ് പ്രധാനം. അത് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഈ അതിജീവനത്തിൽ നമ്മൾ ആരെയാണ് കൂടെ കൂട്ടേണ്ടത് എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വിചാരിക്കുന്ന ഒരു പോയിന്റ് അതാണ്. ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു ആദർശ സമൂഹത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ തടസ്സപ്പെടുത്തിയതിൽ നിന്ന് ആ തടസ്സപ്പെടുത്തിയ ശക്തികളെ പരാജയപ്പെടുത്താൻ ആരെല്ലാമാണ് ഒന്നിച്ചു നിൽക്കേണ്ടത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായും പോസ്റ്റ് സെക്യുലർ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാലത്ത് നാം കരുതിയിരുന്നത് സെക്യുലറിസത്തിന്റെ വിപരീത പദം മതമാണ് എന്ന് സങ്കല്പിച്ചു. എന്നാൽ സെക്യുലറിസത്തിന്റെ വിപരീതം മതമല്ല. മതം എന്ന് പറയുന്നത് സെക്യുലറിസത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നല്ല എന്നും, മതജീവിതം നയിക്കുമ്പോൾ തന്നെ നമുക്ക് സെക്യുലറായി തീരാൻ കഴിയും എന്നും മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തെയാണ് പോസ്റ്റ് സെക്യുലർ എന്ന് വിളിക്കുന്നത്.
അതായത് ജ്ഞാനോദയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുക്തിബോധത്തിലൂടെ പ്രപഞ്ചത്തെയും സമൂഹത്തെയും ജീവിതത്തെയും വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നും മതം എന്ന് പറയുന്നത് നിഷേധാത്മകമായ ഒന്നാണെന്നും വിചാരിച്ചിരുന്ന ഘട്ടത്തിന് പകരം ജ്ഞാനോദയത്തിൻ്റെ യുക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ഈ യുക്തിബോധം പോലെ തന്നെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ പല വഴികളുണ്ടെന്നും അതിനകത്ത് മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ടെന്നും മതം റിയാക്ഷണറി അല്ല, പ്രതിലോമകരമായ ഒന്നല്ല എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു തിരിച്ചറിവാണ് പോസ്റ്റ് സെക്യുലർ പീരീഡിൽ നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ പലമതവും ഏകസാരം എന്ന നാരായണ ഗുരുവിനെ പോലുള്ള ആളുകളുടെ സൂക്ഷ്മമായ ആലോചനകൾ, അതുപോലെ ഇന്ത്യയിൽ വളർന്നു വന്ന സൂഫി പാരമ്പര്യത്തിൻ്റെ അന്തർധാരകൾ, വിമോചന ദൈവശാസ്ത്രം പോലുള്ള ആശയഗതികൾ, കാപ്പനച്ചനെ പോലുള്ള ആളുകളുടെ രചനകൾ, ഇങ്ങനെ വാസ്തവത്തിൽ പോസ്റ്റ് സെക്യുലർ സന്ദർഭത്തിൽ നമ്മൾ ഗാന്ധിയിലേക്ക്, ഈ സൂഫി പാരമ്പര്യത്തിലേക്ക്, മധ്യകാല ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ഒക്കെ തിരിച്ചു പോകാവുന്ന ഒരു സാധ്യത തുറന്നു വരുന്നുണ്ടെന്നുള്ളതാണ് പോസ്റ്റ് സെക്യുലർ പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എല്ലാ മതവിശ്വാസികളും ഒന്നിച്ചു നിൽക്കുകയും അവർക്ക് പരസ്പരം വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഒന്നിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ എല്ലാ മാനവികതയുടെ എല്ലാതരം ആഗ്രഹങ്ങളെയും സോഴ്സസിനെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം തീർക്കുന്ന ഒരു പ്രതിരോധ നിര, ഗ്രാംഷിയൊക്കെ സൂചിപ്പിക്കുന്ന വാർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ദീർഘമായ പ്രതിരോധ പ്രവൃത്തിയാണ് സെക്യുലറിസത്തിൻ്റെ അതിജീവനത്തിൽ പ്രധാനമെന്ന് വിചാരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. അതുകൊണ്ട് അതിന് ധാരാളം മാതൃകകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതിന് നമുക്ക് വിദേശത്ത് പോകേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ കബീറിനെ പോലുള്ള ധൈഷണികരുണ്ടായിട്ടുണ്ട്. ബസവർണ്ണൻ, നാംദേവ്, തുകാറാം, ലല്ലേശ്വരി, അങ്ങനെ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ഇത്തരം ധാരാളം മാതൃകകൾ. എൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഗുരുനാനക്. അതെല്ലാം നമുക്ക് മുന്നിലുള്ളതാണ്. പോസ്റ്റ് സെക്യുലർ പീരീഡ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ധാരകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേസമയം നമ്മൾ പുതിയ കാലത്ത് ഉണ്ടാക്കിയെടുത്ത മാനവികത, കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെയായിട്ടുള്ള മാനവിക മൂല്യങ്ങൾ, അതെല്ലാം ഈ സെക്യുലറിസത്തിൻ്റെ അതിജീവനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. മറ്റൊന്ന്, നാം പറയുന്ന ഈ ദൈനംദിന ജീവിതത്തിലേക്കുള്ള നോട്ടം, അത് നമ്മെ ജാഗ്രതപ്പെടുത്തുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എവിടേക്കാണ് സെക്യുലറിസത്തിൻ്റെ പ്രതിസന്ധി അന്വേഷിക്കേണ്ടത്? ഭരണകൂടത്തിലേക്കോ പൊളിറ്റിക്കൽ സൊസൈറ്റിയിലേക്കോ മാത്രമല്ല, സിവിൽ സൊസൈറ്റിയിലാണ് ഇതിൻ്റെ പ്രതിസന്ധികൾ വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സിവിൽ സൊസൈറ്റിക്കകത്ത് ദൈനംദിനം നടക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചകൾ, അതെല്ലാം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. അപ്പോൾ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നത് കേട്ടു. ഗുരുവായൂരപ്പനാണ് എൻ്റെ കോടതി, ഗുരുവായൂരപ്പനാണ് എൻ്റെ കോടതി എന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആൾക്കാരാണ് പത്രപ്രവർത്തകരായിട്ട് ചുറ്റും നിൽക്കുന്നത്. എന്നെ പോലെ തന്തവയിൽ നിൽക്കുന്ന ആൾക്കാരല്ല, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഒരാളും തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്താണ്, ഗുരുവായൂരപ്പനാണോ കോടതി? ഏത് ഈ വിശ്വാസത്തിനപ്പുറമാണ് ഭരണഘടന എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ കോടതി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ നിങ്ങളുടെ വിശ്വാസത്തിന് കീഴ്പ്പെടുത്തുക എന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവമാണ് മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത്. അതാ. അപ്പം ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ കാഷ്വലായിട്ട് ആളുകൾ സംസാരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് എല്ലാവർക്കും അറിയാവുന്ന വളരെ പുരോഗമനമായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഒരു ഗ്രൂപ്പിൽ വരുന്ന ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടി വരിക. അപ്പോൾ
കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ രാജ്യം അവരുടേതാവും എന്ന് പ്രചരിക്കുന്ന ഒരു വീഡിയോ ഒരു സംഗതി എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലൊക്കെ ചില വസ്തുതകളില്ലേ? ഉടനെ ഞാൻ പറഞ്ഞു, തൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ ChatGPT എന്നുള്ള സാധനം, അതിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇന്ത്യയിൽ എത്ര മുസ്ലിങ്ങൾ, എത്ര ഹിന്ദുക്കൾ, എന്താണ് ബർത്ത് റേറ്റ് എന്നൊക്കെ അതിൽ അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. എന്നിട്ട് അയാളുടെ മുന്നിൽ തന്നെ ഞാനത് ChatGPT ചോദിച്ചു. അപ്പൊ ChatGPT പറഞ്ഞത് 91-92 കാലത്ത് ഇന്ത്യയിലെ ആകെ മുസ്ലിം ഉമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ ഉമ്മമാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ അതിനാണ് അവർ സാങ്കേതികമായിട്ട് ഈ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. 4.6 എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ 4-5 കുട്ടികളെ പ്രസവിക്കും ശരാശരി. ഹിന്ദുക്കൾ ആ കാലത്ത് പ്രസവിച്ചത് 3.6 എന്ന് പറഞ്ഞാൽ 3-4 കുട്ടികളെ പ്രസവിക്കും. എന്നാൽ 2019-21 ആകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഈ പറഞ്ഞ റേറ്റ് 3.9 ആവുകയും ഹിന്ദുക്കളുടെ 1.9 ആവുകയും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജനസംഖ്യ നിരക്ക് ആനുപാതികമായി കുറയുന്നു. ഇതാണ് വസ്തുത എന്നുള്ളത് ഇരിക്കെ ഇത്തരം നുണപ്രചരണങ്ങൾ നിരന്തരമായി നടക്കുക. ദേവസ്വം ബോർഡിലെ പൈസ നമ്മുടെ പൊതു ഖജനാവിലേക്ക് കൊണ്ടുപോകുന്നു, മുസ്ലിങ്ങളുടെ പള്ളിക്ക് യാതൊരു നിയന്ത്രണമില്ല എന്നൊരു പ്രചരണം സ്ഥിരമായിട്ട്. ഇതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര പ്രചരണങ്ങളാണ്. ഇത് സെക്യുലറിസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് ഈ പൗരസമൂഹമാണ്. ആ പൗരസമൂഹത്തിനകത്ത് നിരന്തരം മതം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിരിക്കുക. സനാതന ധർമ്മം, സമാധി, വഖഫ് ബോർഡ്, ദിവസവും ഈ മതം മാത്രം. തൃശ്ശൂർ പൂരത്തിൽ ആന എറിഞ്ഞത്, തൃശ്ശൂർ പൂരം കലങ്ങിയത്, ഇതിലൊക്കെ നിങ്ങൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിൻ്റെയൊക്കെ ഗുണങ്ങളെ കുറിച്ച് ആൾക്കാരിക്കാറ്റില്ല. ആ നിലയ്ക്ക് ഞാനും നിങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് പരമാവധി വിഷം കലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുമണ്ഡലം ഇവിടെയുണ്ട്. അപ്പോഴാണ് ഹെബർമാസ് പോസ്റ്റ് സെക്യുലർ പബ്ലിക് സ്പിയറിനെ കുറിച്ച് പറയുന്നത്. എങ്ങനെയാണ് പോസ്റ്റ് സെക്യുലർ പബ്ലിക് സ്പിയർ ഉണ്ടാക്കുന്നത്? അതാണ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ്സിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ അങ്ങനെ നിരവധി തലങ്ങളിൽ സിവിൽ സൊസൈറ്റിക്ക് അകത്ത് നമ്മൾ ഈ ജാഗ്രത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെയുള്ള ജാഗ്രത സൃഷ്ടിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന, നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരാളാണ് KEN. അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സിവിൽ സൊസൈറ്റിക്കകത്താണ്. കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി അദ്ദേഹം സംസാരിച്ചതും പറഞ്ഞതും മുഴുവൻ ഈ സെക്യുലർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തെ പറ്റിയാണ്. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ച് പറയുമ്പോൾ അത് യൂറോപ്യൻ സെക്യുലറിസം പോലെയുള്ള ഒന്നല്ല. കാരണം ഇന്ത്യയിലെ സെക്യുലറിസത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി തീർന്ന ഹിന്ദുത്വ എന്ന ആശയം മൂടി വെക്കാൻ ശ്രമിക്കുന്ന ജാതി എന്ന് പറയുന്ന, കഴിഞ്ഞ സെഷനിലൊക്കെ തീർച്ചയായിട്ടും ശ്രീ സന്നിയും ബാബുരാജനും ഒക്കെ കാര്യം സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ജാതി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചേർത്ത് വെക്കാതെ ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്നാണ് നാം ആരംഭിക്കേണ്ടതെന്നും നിങ്ങൾ ഹിന്ദു എന്ന് വിളിക്കുന്ന മതം വാസ്തവത്തിൽ ബ്രാഹ്മണ്യമാണെന്നും ആ ബ്രാഹ്മണ്യത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ തകർക്കാതെ നിങ്ങൾക്ക് സെക്യുലർ ആവാൻ കഴിയില്ലെന്നും കേരളീയ സമൂഹത്തെ 90-കൾ മുതൽ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് KEN. കറുപ്പിന്റെ സൗന്ദര്യശാസ്ത്രം എന്ന പുസ്തകം ഒരുപക്ഷെ കേരളത്തിൽ ദളിത് സാഹിത്യത്തെ പറ്റിയുള്ള ചർച്ച വരുന്നതിന് എത്ര മുമ്പ് തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച് കഴിഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് അദ്ദേഹം സെക്യുലർ ആവുന്നത്. അതുകൊണ്ട് സെക്യുലറിസം എന്നതിനെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സവിശേഷമായി പരിശോധിക്കുകയും ധൈഷണികമായ അത്തരം സംവാദങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്ത KEN നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. KEN ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ആളുകളുടെ പേരിന് മുമ്പിൽ എഴുത്തലൊക്കെ ചേർക്കുന്നത് പോലെ വീടുകളുടെ പേരിന് മുമ്പിൽ സെക്കുലർ, വ്യക്തികളുടെ പേരിന് മുമ്പിൽ സെക്കുലർ
ഇരിക്കുകയാണ് പ്രാവുകളുടെ ഭൂപടം എന്ന മുഹമ്മദ് റാഫി എംപിയുടെ പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തരുന്നത്. അതിലെ കഥകൾ വായിച്ചു. ഈ കാലത്ത് സെക്കുലറിസത്തെ കുറിച്ചുള്ള ആളുകളെ അനിവാര്യമായി ചർച്ചയ്ക്കെടുക്കേണ്ടതാണ്. എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിലെ മുൻമൊഴിയിലെ ഒരു വാക്ക് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ പുസ്തകം കയ്യിലെടുക്കുമെന്ന് വിചാരിച്ചിരുന്നു, മറന്നുപോയി. ഇവിടെത്തിയപ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ ആ പുസ്തകം ഒന്ന് സംഘടിപ്പിക്കാൻ പറഞ്ഞു. ഒന്നിനും വേണ്ടിയല്ല, ആ മുൻമൊഴിയിലെ ഒരു വാക്ക്, അതിന് ആഡംബരമില്ല, അലങ്കാരമില്ല, വളരെ അനാഡംബരമായിട്ടുള്ള ഒരു വാക്യമാണ്. വളരെ ഹൃദയസ്പർശിയായി എഴുതാൻ കഴിയുന്ന ഒരാളാണ് മുഹമ്മദ് റാഫി. പക്ഷേ അദ്ദേഹം മുൻവഴി അവസാനിപ്പിച്ചിരിക്കുന്നത് സെക്കുലർ ഇന്ത്യ അതിജീവിക്കട്ടെ. ഈ ഒരു വാക്ക് എനിക്ക് ഓർമ്മയില്ലാത്തതൊന്നുമല്ല. ഞാൻ ഈ പുസ്തകം വാങ്ങി മറച്ച് കണ്ണടയൊക്കെ വെച്ച് അത് വായിച്ചത്. അതിൻ്റെ കാരണം ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഡോക്ടർ കെ എം മൊഴി വളരെ ഔപചാരികമായി മോഡറേറ്റർ എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സ്വന്തം വഴി എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളുടെ സ്വന്തം സെക്യുലർ വഴി എന്ന് തന്നെ ഞാൻ വിളിക്കുകയായി. നമ്മുടെ എല്ലാ സ്വന്തക്കാരെയും ആ വിധം വിശേഷണം ചേർത്ത് വിളിക്കാവുന്ന ഒരു അന്തരീക്ഷം എങ്കിലും മിനിമം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എന്തിനു പറയുന്നു? നമ്മളെ തന്നെ സെക്യുലറായി നിർത്തണമെങ്കിൽ നാം നിരന്തരം നമ്മോട് തന്നെ സമരം ചെയ്യേണ്ട ഒരു പശ്ചാത്തലത്തിലൂടെയാണ് അനിവാര്യമായി നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ സീതയിൽ ഉരപേറിയ കീഴ്നടപ്പിലായി മറയാം മാനവൻ ആത്മവൈഭവം എന്നൊരു പ്രയോഗമുണ്ട്. ഉരപേറിയ കീഴ്നടപ്പ്, പ്രത്യയശാസ്ത്രം എന്ന് പറയാം, സാമാന്യബോധം എന്ന് പറയാം, ഡോക്സ് എന്ന് പറയാം, മിത്ത് എന്ന് പറയാം. പല പേരും നമുക്ക് വിവരിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഓരോന്നും തമ്മിൽ വേണമെങ്കിൽ തലനാവിലൊരു സൈദ്ധാന്തികമായ അവ തമ്മിലുള്ള വ്യത്യാസവും അതേക്കുറിച്ചുള്ള തർക്കവും നമുക്ക് പരമാവധി മൂർച്ഛിപ്പിക്കാവുന്നതാണ്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഉരപേറിയ കീഴ്നടപ്പ് വലിയൊരു പ്രവാഹമാണ്, ഒഴുക്കാണ്. അതിനെ പ്രതിരോധിക്കാനെങ്കിൽ അവിടെയാണ് നേരത്തെ അനിൽ പറഞ്ഞ ദൈനംദിന ജീവിതം. ആ കീഴ്നടപ്പും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി തീർന്നതാണ്. അതൊരിക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ഔപചാരികമായ ഒരു ഒത്തുചേരലിന് അവസരം ഒരുക്കിയിരിക്കാം. പക്ഷെ ആ ചടങ്ങുകളൊക്കെ ഇന്ന് ചങ്ങലയായി തീർന്നിരിക്കുന്നു. അത് ഇന്നും ആഭരണമായി ധരിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല, അത് പൊട്ടിക്കേണ്ടതുണ്ട്. അങ്ങനെ സെക്കുലർ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചങ്ങലകൾ പൊട്ടണം. കാരണം അത് നമ്മുടെ പതിവുകളിൽ പരിമിതപ്പെട്ടു നിൽക്കുന്ന സാധാരണ ജീവിതത്തിൻ്റെ പൊളിച്ചെഴുത്ത് ആവശ്യപ്പെടുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരുപക്ഷെ നമ്മളിപ്പോൾ MT അനുസരിക്കുന്ന ഒരു സന്ദർഭമാണ്, അനിവാര്യമാണ്. എന്നാൽ അറിയപ്പെടാത്തൊരു MT കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഒരു സംവാദം തുടങ്ങി വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയപ്പെടാത്ത MT എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരു MT ഉണ്ടോ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നാവുന്നതാണ്. എന്നാൽ ഉണ്ട്. വീട് വെച്ചുകൊണ്ടേയിരിക്കുന്ന MT, മൗനത്തിലിരിക്കുന്ന MT, കഥകൾ എഴുതുന്ന നോവൽ എഴുതുന്ന MT, സിനിമാക്കാരനായ MT, അങ്ങനെ പല MT നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ഒരു പ്രകടനത്തിന് നേതൃത്വം നൽകുന്ന MT, പോസ്റ്റ് പൊട്ടിക്കുന്ന MT, മുഷ്ടി എഴുതുന്ന MT, അതുകൊണ്ട് അത്ര പരിചയമില്ല. എന്നാൽ അങ്ങനെ ഒരു പ്രകടനം നയിച്ചാൽ ആ പ്രകടനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ദൈനംദിന സെക്കുലർ
ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭമാണ് അടുത്ത കുറിപ്പായിട്ട് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു തലക്കെട്ട് തന്നെ അറിയപ്പെടാത്ത MT എന്ന്. ഇവിടെ ഇടപെടലത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മാധ്യമ വാരാന്ത പതിപ്പിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കോളത്തിൻ്റെ പേര് ഇടപെടൽ എന്നാണ്. അപ്പോൾ അതിൽ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ 1998 കൊല്ലത്ര കൃത്യമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ MTയുടെ നേതൃത്വത്തിൽ ഒരു നേത്രദാന ട്രസ്റ്റ്, ഇത് പെട്ടെന്ന് ഒരു പ്രചോദനമായത് വന്നപ്പോൾ തന്നെ അതിന് പറഞ്ഞാൽ കണ്ണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെതായിട്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. 1998 തോന്നുന്നു MT ഒരു നേത്രദാന ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. MTയുടെ നേതൃത്വത്തിൽ നേത്രദാന ട്രസ്റ്റ് രൂപപ്പെടുന്നു. ആ ട്രസ്റ്റ് ഒരു പരസ്യം കൊടുക്കുന്നു. മനോരമയിലാണ് ആ പരസ്യം വന്നത്. നാട്ടിൽ നേത്രദാന പ്രവർത്തനം സജീവമാക്കാൻ സഹായകമായ നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് സമ്മാനം. നമ്മൾ പലജാതി പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പരസ്യത്തിന് പ്രത്യേകത, പരസ്യങ്ങളിലൊക്കെ പലതരം പ്രലോഭനങ്ങളുണ്ടാവും, വിപ്ലവിക്കലുണ്ടാവും, വഞ്ചന ഉണ്ടാവും. പല പരസ്യങ്ങളും നമ്മളീ പറയുന്ന ഒരു പുതിയ സാമൂഹ്യ രൂപീകരണത്തെ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്, അത് കമ്പോളത്തെ വിപണനത്തെ പിന്തുണയ്ക്കുകയാണ്. അതാണ് അതിന് ദൗത്യം. പക്ഷേ ഈ പരസ്യം അങ്ങനെയല്ല. നേത്രദാനത്തെ ജനങ്ങളിൽ, നേത്രദാനത്തെ കുറിച്ചുള്ള ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാൻ സഹായകമായ നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് സമ്മാനം. അങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അടുത്ത പ്രദേശത്തുള്ള പരിയങ്ങാട് നിന്ന് ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയുടെ പ്രവർത്തകരായ 2 സഹോദരൻ, ചന്ദ്രശേഖരൻ, അശോക് കുമാർ, ആ 2 പേർ ഈ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. അവർക്ക് സമ്മാനവും കിട്ടി. ഇതൊന്നും നിൽക്കുന്നില്ല. ആ നിർദ്ദേശങ്ങൾ നൽകി സമ്മാനങ്ങൾ കിട്ടിയവർ അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചിട്ട് തങ്ങളുടെ ഗ്രാമത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 2003 ഫെബ്രുവരി 13 കേരളത്തിൽ ആദ്യമായി പരിയങ്ങാട് സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായി പ്രഖ്യാപിച്ചു. അപ്പൊ ഈ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് മുമ്പൊരു കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പിൽ ഞാൻ പറഞ്ഞ കാര്യം, സാധാരണ മനുഷ്യന്മാർ നമ്മൾ തെറ്റുമ്പോൾ ഇപ്പോഴൊക്കെ വലിയ കഷ്ടമാണ്. കന്യാകുമൊക്കെ മനസ്സിലുണ്ട്, ഉള്ളു കടയുകയാണ്. ചെറിയൊരു വഴുക്കൽ മതി നമുക്ക് സങ്കല്പിക്കാനാവാത്ത ക്രൂരതകൾ എവിടെ വേണമെങ്കിലും അരങ്ങേറാൻ. ആ വിധത്തിൽ ലഹരിയുടെ, ആർത്തിയുടെ ഒരു ലോകം, സമാന്തര ലോകം, നാം ജീവിക്കുന്ന യഥാർത്ഥ ലോകത്തെ അപ്രസക്തമാക്കും വിധം, അട്ടിമറിക്കും വിധം വളർന്നു കഴിഞ്ഞു അതിശയോക്തിയല്ല. അത് ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരം ഒരു പശ്ചാത്തലത്തിൽ വളരെ പോസിറ്റീവായിരുന്നു ഒരു സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. അപ്പൊ അവിടെ ആളുകൾക്ക് അന്ന് ഞാൻ തമാശയായിട്ട് എഴുതിയതാണ്. 2003 ഫെബ്രുവരി 13 മുമ്പ് 2 പേർ തമ്മിൽ തെറ്റുമ്പോൾ എൻ്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടി എന്ന് പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ 2003 ഫെബ്രുവരി 14 അവന് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം എൻ്റെ കണ്ണും മറ്റേ കണ്ണും ഒക്കെ നമ്മുടെ കയ്യാങ്കരിക്കുന്നതല്ല, അത് ഭാവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതി, മതം, പ്രദേശം, ഭാഷ, രാഷ്ട്രം ഇതൊന്നും മാത്രമല്ല. കാരണം കേരളത്തിൽ കണ്ണുകൾ ഏറെക്കുറെ ഇപ്പം മാറ്റം വന്നു. ഈ അടുത്ത കാലം വരെ ശ്രീലങ്കയിൽ നിന്നുള്ള കണ്ണുകളാണ് കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആളുകൾ ക്യൂവിലാണ്, കാഴ്ചയില്ലാത്ത മനുഷ്യർ ക്യൂവിലാണ്, വേണ്ടത്ര കണ്ണ് കിട്ടുന്നില്ല. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായിട്ട് മാറുന്നത്. അപ്പോൾ ആ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് ആരംഭിക്കും.
സ്വാഭാവികമായിട്ട് നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് വരും. ഇപ്പം എന്തെങ്കിലും കാലിനൊക്കെ കുറച്ച് നീരും വേദനയൊക്കെ ഉണ്ട്, അദ്ദേഹം നേരത്തെ വന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പ്രദേശത്തെ മനുഷ്യർക്ക് ഒരാഗ്രഹം, ഇദ്ദേഹം ഈ പ്രകടനത്തിൽ നേതൃത്വം കൊടുക്കണം. ആര് പറയും? അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞാനാണ് മുഖ്യ പ്രഭാഷകൻ. അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കോട് പറഞ്ഞു, എനിക്ക് പറഞ്ഞു കാലിന് വേദനയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രയാസമാണെങ്കിൽ ആ വാക്യം പൂർത്തിയാക്കാൻ എനിക്ക് അനുവദിച്ചില്ല. ഇതൊരു മഹത്തായ കാര്യമല്ലേ, ഞാൻ എന്തായാലും പങ്കെടുക്കാം. അവരെ പ്രകടനത്തിൽ പങ്കെടുത്തു. നേതൃത്വ പ്രഖ്യാപനം നടത്തി. നന്ദി പ്രകടനം കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി. അങ്ങനെ കേരളത്തിലെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായി, അത് കഴിഞ്ഞ് അവയവദാന ഗ്രാമമായി, ഇപ്പം മൃതദേഹ ആവിഷ്കാര ഗ്രാമമായി അത് മാറിക്കൊണ്ടിരിക്കുക. ഇത്രയും ഞാൻ ചൂണ്ടിക്കാണിച്ചത് സെക്കുലറിസം എന്ന് പറയുന്നതിനെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാവുന്നു. അതിന് വളരെ കൃത്യമായി പറഞ്ഞു, മതം, മതനിരപേക്ഷത ഇവ തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു കാര്യമില്ല. അതേസമയം ജാതി, മതനിരപേക്ഷത ഇവ തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് ജാതിരഹിതവും മതനിരപേക്ഷവുമായ ഒരു ആധുനിക സമൂഹം എന്ന മുദ്രാവാക്യം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ മുദ്രാവാക്യത്തിലെ ആദ്യത്തെ വാക്യം ജാതിരഹിതം. അവിടെ ഒരു കോംപ്രമൈസ് ഒത്തുതീർപ്പില്ല. എന്നാൽ മതനിരപേക്ഷം എന്ന് പറയുമ്പോൾ അവിടെ മതരഹിതമായ അവസ്ഥയിലൂടെയും മതസഹിതമായ അവസ്ഥയിലൂടെയും നമുക്ക് മതനിരപേക്ഷതയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. വ്യത്യസ്ത വഴികളിലൂടെ എത്തിപ്പെടാൻ കഴിയുന്ന തരത്തിൽ വിസ്തൃതമായ ഒന്നാണ് മതനിരപേക്ഷതയുടെ ലോകം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണാനന്തരവും സെക്കുലറാവാൻ പറ്റും. അങ്ങനെ മരണാനന്തരം സെക്കുലറായി തീരുന്ന എത്രയെത്രയോ മനുഷ്യർ നമുക്കൊപ്പം ജീവിച്ചിരിക്കുകയാണ്. കാരണം അവർ പരിഗണിക്കുന്നത്, കണ്ടുകൊടുക്കുന്നവർ പരിഗണിക്കുന്നത് അന്ധരായ മനുഷ്യർ. അവർ മതത്തിൽപ്പെട്ടവരാകാം, മതത്തിൽപ്പെടാത്തവരാകാം, വിവിധ പാർട്ടിയിൽപ്പെട്ടവരാകാം, ഒരു പാർട്ടിയിൽപ്പെടാത്തവരാകാം. അവർക്ക് കാഴ്ച കിട്ടണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനി ഞാൻ ഇതിലെ ഒരു കോൺട്രാസ്റ്റ് പറയാം. അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സദസ്സിൽ നിന്ന് ആളുകൾ ചോദിക്കണം. ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്നാണ് അർത്ഥം. എംടി കണ്ടു കൊടുത്തു എന്നാണ് ചോദ്യം. അതിനൊക്കെ ഞാൻ പറയുന്നില്ല. ഞാൻ പകരം ഒരു കവിത, അയ്യപ്പൻ എഴുതിയ ഒരു കവിത, വാഗ്ദത്ത നേത്രങ്ങൾ എന്നാണ് കവിത. ആ കവിതയിൽ എൻ്റെ കണ്ണുകൾ ചിതയിൽ എരിയുകയില്ല. കവിത അങ്ങനെ തുടങ്ങുന്നത്, എൻ്റെ കണ്ണുകൾ ചിതയിൽ എരിയുകയില്ല. ഇത് വാഗ്ദത്ത നേത്രങ്ങൾ. ഓർക്കാപ്പുറത്ത് അന്തരം കിട്ടുന്ന 2 നക്ഷത്രങ്ങൾ. ഓർക്കാപ്പുറത്ത് അന്തരം കിട്ടുന്ന 2 നക്ഷത്രങ്ങൾ. എന്നിട്ട് അവരുടെ ഇരുട്ടിൻ്റെ ജഡതയിൽ നിന്ന് എൻ്റെ കണ്ണിൻ്റെ പ്രകാശത്തിലൂടെ അവൻ ജീവിതത്തിലേക്ക് കാണും. പുഴ കാണും, പൂക്കൾ കാണും, കുഞ്ഞായ മകൻ പൂത്തിരി കത്തിക്കുന്നത് കാണും. സാന്ദ്രം പ്രഭാതം, തമാനം നിശീതം, സമസ്തം ജീവിത പ്രകാശം. അവൻ വെള്ളത്തിലെ കരട് മാറ്റും, അന്നത്തിലെ കല്ല് മാറ്റും. വാഗ്ദത്ത നേത്രങ്ങൾ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് മലയാളത്തിൽ നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്കും എനിക്കും എഴുതാവുന്നതാണ്, കഥകൾ എഴുതണം. പക്ഷെ അപ്പോഴൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. മലയാളത്തിലെ മാസ്റ്റർ ജീനിയസ് എന്ന് വിളിക്കാവുന്ന അയ്യപ്പന് തൻ്റെ കണ്ണുകൾ കൊടുക്കാൻ കഴിഞ്ഞു. ഞാൻ പരിമിതമായി ഈ 2 ഉദാഹരണം പറയുന്നത്, 2 പേരും മുന്നോട്ട് വെച്ച വളരെ മാനവികമായ ആശയങ്ങൾ. എവിടെ വെച്ചാണ് ഈ മാനവികമായ ആശയങ്ങൾ പാർപ്പുറത്ത് നിന്ന് കുപ്പിച്ചില്ലുപോലെ പൊട്ടിച്ചെറിപ്പോയത്? അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷത, മാനവികത തുടങ്ങിയ ആശയങ്ങളൊന്നും നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വെളിച്ചമായിട്ട് ഇനിയും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് അലസമായി കൈകഴുകാൻ പറ്റില്ല.
അതിനെ ആവിധം വീട്ടിൻ്റെ അകത്തളത്തിൽ മാറ്റുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നില്ല. ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു സെക്കുലർ വീട്, സെക്കുലറിസം ഈ വീടിൻ്റെ ഐശ്വര്യം. അതൊരു ബോറല്ലേ? അതല്ല ബോറ്, ഇപ്പം തുടരുന്ന പലതുമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ കോളേജിലും നിലത്തിൻ്റെ മുകളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ സംബന്ധമായ ആശയങ്ങൾ ഞാൻ കേട്ടാൽ, നിങ്ങൾ കേട്ടാൽ, നമുക്കത് ബോധ്യമായാൽ ചെറിയ സദസ്സ്, ഒരു 1/2 മീറ്റർ 3/4 മീറ്റർ വലിപ്പമുള്ള പിള്ളേർ മുതൽ മുതിർന്ന മനുഷ്യർ വരെയുള്ള നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഈ കാര്യം പറയണം. അങ്ങനെ പറഞ്ഞാൽ അത് നിരന്തരം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് സ്വയമേവ പ്രവർത്തിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ കീഴ്നടപ്പ്, സാമാന്യബോധം, പ്രത്യയശാസ്ത്രം, മിത്ത്, ഇതിനൊക്കെ നമ്മൾ അതിജീവിക്കും. അതുകൊണ്ട് ഞാൻ ഈ 1ാമത്തെ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും അറിയാവുന്നത്, ആർക്കും എതിർപ്പില്ലാത്തത്, ആർക്കും പ്രത്യേകിച്ച് ഒരു ചെലവില്ലാത്തത് ആയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നത് നമ്മളത് ചെയ്യരുത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ടാണ്. അതിനുള്ള തീരം നമ്മൾ കാണിക്കണം. അതല്ലാതെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പും പിമ്പും വെറുതെ അലസമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഉള്ളിൽ തട്ടി പറഞ്ഞു അത് നമ്മൾ അകത്തൊരു അരുവിയായിട്ട് ഒഴുകണം. അപ്പൊ ഇതാണ് ഞാൻ 1ാമതായിട്ട് പറയുന്നത്. അതിവിടെ ഞാൻ ഇത്രയും അമർത്തി പറയുന്നില്ല, ഒരു 2 മിനിറ്റോട് പറഞ്ഞ് തീർക്കാം. ഇതിവിടെ ഞാൻ ഇത്രയും അമർത്തി പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ തന്നെയുള്ള പല കാരണങ്ങളാൽ കണ്ണ് കാണാൻ കഴിയാത്ത ആളുകൾ കണ്ണ് കിട്ടാതെ ചൂലാണ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി 2 ഇത് പറയാനിടയാക്കിയത്, ഈ 2ാമത്തെ ആലോചന ഇപ്പോൾ അനിവാര്യമാക്കിയത് പത്രത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ആധുനിക നാഗരികതയുടെ കേന്ദ്രമായിട്ടാണ് നമ്മൾ അമേരിക്കയെ കുറിച്ചൊക്കെ പറയുന്നത്. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. കുറെ ഒരാളുകൾ 5-6 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ എവിടെയായിരുന്നു? US, അമേരിക്കയിൽ. അങ്ങനെ ആളുകളങ്ങനെ വിശ്രമിക്കുക. പിന്നെ വേറൊരാളുണ്ട്, നിങ്ങളിവിടുന്ന് കണ്ടില്ല കുറച്ച് ആഫ്രിക്കയിലായിരുന്നു. ആഫ്രിക്ക, അമേരിക്കയിൽ കേൾക്കുമ്പോൾ ഒരു ആവേശവും ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലായ്മയും. നേരത്തെ ആരെങ്കിലും പറഞ്ഞു കറുപ്പിന്റെ സൗന്ദര്യശാസ്ത്രം ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനം എനിക്ക് അഭിമാനമുണ്ട്. അതേക്കുറിച്ചൊന്നും ചർച്ചയില്ലാത്തൊരു കാലം അതേക്കുറിച്ച് മലയാളത്തിൽ ചർച്ച തുടങ്ങി വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിമാനം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ US കേൾക്കുമ്പോൾ ഈ ഒരു മാനസികാവസ്ഥ അതൊക്കെ വളരെ പ്രബലമായി നിൽക്കെ തന്നെ മൃഗങ്ങളെ പോലെ കൈക്കും കാലിലൊക്കെ സംഘടിച്ച് വിമാനത്തിൽ ടോയ്ലറ്റ് വിമാനത്തിലാണ് നോക്കുന്നത്. ട്രെയിനൊക്കെ കഴിഞ്ഞാൽ അങ്ങ് ചാടി രക്ഷപ്പെടാൻ നോക്കുന്നില്ല, വിമാനത്തിൽ ചാടിയാൽ ചത്തുപോകില്ല. വിമാനത്തിന്റെ അകത്ത് കാലിനും കൈക്കൊക്കെ ചങ്ങലയിട്ടിട്ട് ടോയ്ലറ്റിലേക്കൊക്കെ മുട്ടുകുത്തി മൃഗങ്ങളെ പോലെ മനുഷ്യർ ഇഴഞ്ഞു പോകേണ്ടി വരുന്നൊരവസ്ഥ. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഞാൻ 1989 അമേരിക്കയിൽ രൂപപ്പെട്ട ഒരു സംഘടനയെ കുറിച്ച് ആലോചിച്ചു.
അത് ഫോറം ഫോർ എത്നിക് അണ്ടർസ്റ്റാൻഡിങ് 1989 രൂപപ്പെട്ട ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് ആ സംഘടന രൂപപ്പെടാൻ ഇടയാക്കിയത് ജൂത ഇസ്ലാം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ജൂത റബ്ബികളും ഇസ്ലാമിലെ ഇമാമുകളും ഒത്തുചേർന്നിട്ട് രൂപപ്പെടുത്തിയ, അതുപോലെ തന്നെ കറുത്തവർക്കെതിരെയുള്ള വിവേചനവും അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1989 കറുത്തവരായതുകൊണ്ട് മുസ്ലിങ്ങളായതുകൊണ്ട് ഒക്കെ കുടിയേറാൻ ഇപ്പോഴത്തെ ഇഷ്യൂആണ്, മൈഗ്രേഷൻ ഇഷ്യൂമാണ്. അവരൊക്കെ നാട് കടത്തുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ നാട് കടത്തപ്പെട്ട മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് മുസ്ലിങ്ങളല്ലാത്തവർ, ഞങ്ങൾ കറുത്തവരാണ് എന്ന് കറുത്തവരല്ലാത്തവർ. ആരാണോ പീഡിതർ മർദ്ദർ അവരായി മറ്റുള്ളവർ സ്വയം മാറുന്ന അവസ്ഥ. അത് 1989 അതിനുവേണ്ടി രൂപപ്പെട്ട സംഘടനയാണ് ഫോറം ഫോർ എത്നിക് അണ്ടർസ്റ്റാൻഡിങ്. ആ സംഘടനയ്ക്ക് ഇപ്പം എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനേക്കാൾ ഭീകരമായ കാര്യമാണ് ഇപ്പം നടക്കുന്നത്, അറിഞ്ഞുകൂടാ. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അത് ഞാൻ കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. മുക്രിപ്പോക്കർ മാറുന്ന കവിതയുടെ മുഖം എന്ന പേരിൽ ഒരു കുറിപ്പ്. ഇടപെടൽ മുക്രിപ്പോക്കർ മാലവും കൂലവും ഭഗവതി ക്ഷേത്രത്തിൽ, കാസർഗോട്ടെ മാലവും കൂലവും ഭഗവതി ക്ഷേത്രത്തിലെ ഒരു തെയ്യമാണ് മുക്രിപ്പോക്കർ. നിരവധി മുസ്ലിം തെയ്യങ്ങളും മുസ്ലിം സ്ത്രീ തെയ്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ കാസർഗോഡ് തെയ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാലം എന്ന സ്ഥലം തന്നെ വളരെ മനോഹരമാണ്. ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കാരണം ഒരു സുഹൃത്ത് ഒരു ദിവസം വീട്ടിൽ വന്നു. അഷഫ് പൂനെയിൽ പത്രമാതനാണ്. അദ്ദേഹം വന്നുകൊണ്ട് എന്നോട് ചോദിച്ചത് ഒരു 20 മിനിറ്റ് ചെലവഴിക്കാനാണ് ഉദ്ദേശിച്ചത്. നമ്മൾ കണ്ട ഒരു പണിയില്ല, എത്രയോ സമയം ചെലവഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര സമയമാണ് ചെലവഴിക്കാൻ. അപ്പോൾ അദ്ദേഹം ബാഗൊക്കെ തുറന്ന് ഈ മുക്രിപ്പോക്കർ തെയ്യത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്റ് പുറത്തെടുത്തു, നിങ്ങൾ കണ്ടു. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ വാചകം മാത്രം പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അകത്ത് ഈ മുക്രിപ്പോക്കർ ബാങ്ക് വിളിക്കുന്നു, അവിടെ നിസ്കരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അത് ആദരവോടെ നോക്കിക്കാണും. അതിൻ്റെ പിന്നിൽ ഐതിഹ്യമുണ്ട്, അതോടെ നോക്കട്ടെ. ഞാൻ പറയുന്നത് മതതത്വങ്ങൾ അടിസ്ഥാനമാക്കി, മതനിരപേക്ഷ തത്വങ്ങൾ അടിസ്ഥാനമാക്കി ഒരു ദേവാലയം ആ പേരിന് അർഹമാകുന്നത് സകലമായ മനുഷ്യർക്കും പ്രവേശനം അനുവദിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും ആ പ്രതിസന്ധിയോട് പ്രതികരിക്കുന്ന തരത്തിലേക്ക് അത് വളരുമ്പോൾ മാത്രം, ചുരുക്കി പറഞ്ഞാൽ ഒരു ആരാധനാലയത്തിന് ആശുപത്രിയാവാൻ പറ്റണം, സ്കൂളാവാൻ പറ്റണം, സാന്ത്വന കേന്ദ്രമാവാൻ പറ്റണം, സൗഹൃദ കേന്ദ്രമാവാൻ പറ്റണം, കാത്തിരിപ്പ് കേന്ദ്രമാവാൻ പറ്റണം, മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥലമാവാൻ പറ്റണം. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നിർവഹിക്കാനുള്ള അപരവിദ്വേഷ കാരണമുള്ള ഒരു സ്ഥലമായിട്ട് ആരാധനാലയങ്ങൾക്ക് മാറാൻ കഴിയും. ഒറ്റ തത്വം, അത് മതനിരപേക്ഷതയാണ്. എന്നാൽ മാറാൻ കഴിയും. ജാതിക്ക് ഇത് പാടില്ല. ജാതി അവിടെ ബോർഡ് എഴുതി വെക്കും, മറ്റുള്ളവർക്ക് പ്രവേശിച്ചില്ല. അത് ജാതിയാണ് എഴുതി വെക്കുന്നത്, മതത്തിന് അത് എഴുതി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സംവാദ വിഷയത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത് മുക്രിപ്പോക്കർ തെയ്യം ഒറ്റപ്പെട്ട ഒന്നല്ല. 1989 അവിടെ അമേരിക്കയിൽ വ്യത്യസ്ത മതക്കാർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഘടന രൂപപ്പെട്ടെങ്കിൽ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സംഘടനയും രൂപപ്പെടാതെ തന്നെ നമ്മുടെ ജനകലയിൽ അതുണ്ടായിരുന്നു. അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടാൻ പാടില്ല. അത്ഭുതമായിട്ടൊരു കാര്യം കൂടി പറയാം. അത് ഞങ്ങളുടെ നാട്ടിൽ നടന്നു തന്നെയാണ്. ഇത് ഞാൻ എഴുതിയപ്പോൾ എന്നോട് ഈ മാധ്യമം വീക്കെൻഡിൻ്റെ പത്രാധിപരായ പ്രമോദ് എന്നാലും ചോദിച്ചു, ഇത് ഗെയിമിൽ ഉണ്ടാക്കിയൊരു കഥയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. എനിക്ക് കഥ ഉണ്ടാക്കാൻ പറ്റിയിട്ട് എനിക്ക് കഥ എഴുതി നടത്താൻ പറ്റും.
ഇതറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിനനുസരിച്ച് ചുരുക്കമാണ്, അങ്ങേയറ്റത്തെ വൈവിധ്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പം പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, ഒരു വിനയം, ധീരമായ വിനയം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ വിവിധ മതങ്ങളുടെ ഉത്സവങ്ങളെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, ജീവിത രീതിയെക്കുറിച്ച് ഒന്നും അതിൽ നിന്ന് വ്യത്യസ്തരായവർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ചിലർ വിചാരിക്കുന്നത് അള്ളാഹു അക്ബറുള്ളത് എന്തോ കൊലവിളിയാണ്. ദൈവം മഹാനെന്ന് മാത്രമല്ല അർത്ഥം, കൊലവിളിയല്ല. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ടും വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതുകൊണ്ടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കം, ഞങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞിൻ്റെ മുകളിൽ, ജലപാൽ കുഞ്ഞിൻ്റെ മുകളിൽ 2 അടുത്ത സുഹൃത്തുക്കളാണ് മുഹമ്മദ് കരീം രാമനായർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കാവുണ്ട്. അതൊരു തമാശ ഉണ്ട്. ഇത് എഴുതിയപ്പോൾ കാവുണ്ട്, അതെന്താണ് പലർക്കും മനസ്സിലാവുന്നില്ല. കാവ്, കാവടി എന്നൊക്കെ ഇതിന് പേരുണ്ട്. അവർ വളർന്നാട്ടാണ് 2 അറ്റത്ത് വാഴപ്പ നേരത്തെ തൂക്കിയിട്ട്, സാധാരണ തലയിൽ 2 വാഴപ്പല കൊണ്ടുപോകുന്നതിൻ്റെ ആകെ 8 എണ്ണം ഉണ്ടാവും. ചുവലിനെ വെച്ച് കൊണ്ടുപോയി. ഇതാണ് 2 ജോലി. ഒരു ദിവസം ഈ മുഹമ്മദ് കുഞ്ഞിൻ്റെ മുകളിൽ കയ്യിനെ ഉയർത്തുന്നു, എന്തൊക്കെ പറയുന്നത്, കുനിയുന്നു, പിന്നെ തല നിലത്ത് കുത്തുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും നിവരുന്നു, വീണ്ടും കുനിയുന്നു, തല നിലത്ത് കുത്തുന്നു. അപ്പൊ ഇത് രാമനായർ കണ്ടപ്പോൾ രാമനായർ വിചാരിച്ചു, ഇവരെന്താ ഈ കാണിക്കുന്നത്, തലകുത്തി പറയാൻ ശ്രമിക്കുകയായിരിക്കും വിചാരിച്ചിട്ട് ഇയാൾ കാവുണ്ടം വെച്ചിട്ടാണ് മാറ്റിട്ടു. അപ്പം മുഹമ്മദ് നീ എന്തേ കാണിച്ചത്? അല്ല, അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ നീ തലകുത്തി പറയാൻ ശ്രമിക്കാൻ ഇത് സഹായിച്ചതല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നിസ്കാരമാണ്, ഈ നിസ്കാരത്തിലുള്ള സുജൂദാണ് ഈ സാധനം. അടുത്ത സുഹൃത്തുക്കളാണ്, എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കും, അപൂർവം ചില രഹസ്യങ്ങളും. പക്ഷേ മുഹമ്മദ് 5 നേരം ഒരു 10-20 തവണ ഈ സുജൂദ് ചെയ്യുന്ന വിവരമോ അതിനെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളോ ഞങ്ങൾക്കറിയില്ല. ഞാൻ പറയുന്നത് പരസ്പരമുള്ള മനസ്സിലാക്കൽ വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ആ മനസ്സിലാകായികയെ രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റുന്നതിൽ ഇന്ത്യൻ നവഭാസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അനിൽ നേരത്തെ പറഞ്ഞ ശ്രീനാരായണനൊക്കെ മുന്നോട്ട് വെച്ച പലമത സാരൂപേകം. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മതങ്ങളുടെയും സാധനം ഒന്നാണ് എന്നല്ല. അത് മറ്റൊരു സംവാദ വിഷയം. അങ്ങനെ ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് ഉയർത്തുന്ന നിരവധി സൈദ്ധാന്തിക ചോദ്യങ്ങളുണ്ട്. അപ്പം പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കൈകൂപ്പിയിട്ട് പൂജിക്കുമ്പോഴും റാം എന്ന് പറയുമ്പോഴും ഞാൻ എന്ന് പറയുമ്പോഴും ഒക്കെ 2 കൂട്ടരും അനുഭവിക്കുന്ന, അതിൻ്റെ ഫിലോസഫി എന്തായാലും 2 കൂട്ടരും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥ സെക്കുലറാണ്. നമുക്ക് അത്ഭുതം തോന്നും. എന്നാൽ എന്നെ തുടരുത്, എൻ്റെ തിരിക്കരുത്, ഞാനുമായിട്ട് ബന്ധം സ്ഥാപിക്കരുത് എന്നുള്ളത് അകൽച്ചയുടെ, അപരത്വത്തിൻ്റെ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി നിൽക്കുകയുമില്ല വാക്കുവാണ്. ഇതാണ് ഞാൻ രണ്ടാമതായിട്ട് സംവാദത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. അതായത് പാസ്റ്റർ തിമോനുള്ള നമുക്കേറെ പരിചയമാണ്. അദ്ദേഹം ഗിൽറ്റ് ആൻഡ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്, കുറ്റബോധവും പ്രതീക്ഷയും. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു യൂത സുഹൃത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അത് എഴുതിയത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് നിങ്ങളോടൊപ്പം എത്ര ചേർന്ന് നിന്നാലും ചേർന്ന് നിൽക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് നിങ്ങൾക്കിടയിൽ കുറ്റബോധം വിലങ്ങടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സമൂഹത്തെയും നിങ്ങളെയും നിങ്ങളോട് പാപം ചെയ്തിട്ടുണ്ട്. ഇതൊരു കുമ്പസാരമാണ്, ഒരു കൺഫെഷനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ചേർന്ന് നിൽക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇടയിൽ കുറ്റബോധം നിൽക്കുന്നുണ്ട്. ഈ കുറ്റബോധത്തെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് സെക്യുലറിസവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവതരിപ്പിച്ചത്. ഇനി ഇതൊരു ഇടപെടലാണല്ലോ.
ആ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരുപാട് നിർദ്ദേശം, ഒരു സെക്യുലർ ലൈഫിന് വേണ്ട നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ ചുരുക്കി പറഞ്ഞ് ഈ സംവാദത്തിന് വേണ്ടി ഇത് അവസാനിപ്പിക്കാം. അതിലൊന്ന്, നമ്മളിപ്പോൾ ഈ ഹാളിൽ, ഈ കോളേജ്, യൂണിവേഴ്സിറ്റി, വിവിധ മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിൽപ്പെടാത്തവരും എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്, ഒരുമിച്ചിരിക്കുകയാണ്, ഒരുമിച്ച് ബന്ധപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകൾ വിവിധ മതത്തിൽപ്പെട്ടവരുടെയും ഒരു മതത്തിൽപ്പെടാത്തവരുടെയും ആയിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയാത്തത്? അങ്ങനെ നമുക്ക് ആലോചിച്ചുകൂടെ? തൊട്ടടുത്ത് നിരവധി ഉത്സവങ്ങളുണ്ട്. എല്ലാ ഉത്സവങ്ങളും എല്ലാവരുടേതുമാണ് എന്ന് നമുക്ക് പരിഗണിച്ചുകൂടെ? വീണ്ടും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ ഉത്സവങ്ങൾക്കും ആ രാജ്യത്തിലെ ഒരു ഉത്സവം ഒരു മനുഷ്യൻ മാത്രം ആഘോഷിക്കുന്നതാണ് എന്നിരിക്കട്ടെ, അതിനും ദേശീയ പദവി നൽകുന്നത് നല്ലതല്ലേ? ഒന്നിലധികം ദേശീയ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ ദേശീയത കൂടുതൽ വണ്ണം വെക്കുകയല്ലേ ചെയ്യുക? അത് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രകോപിതമാവുന്നത് എന്തിനാണ്? ഇങ്ങനെ നിരവധിയായിട്ടുള്ള കുത്തുകുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കും ഇഷ്ടം പോലെ കൂട്ടിച്ചേർത്ത് പോകാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി അവസാനിപ്പിക്കുന്നത് സെക്യുലറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ആലോചനയിൽ നമുക്ക് എന്തൊക്കെ പരിഗണിക്കാം. അതിന് മുമ്പ് പലരും എഴുതിയതും പറഞ്ഞതും നമ്മളൊന്ന് ഒതുക്കി പറയാൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, മതസ്വാതന്ത്ര്യം. വീണ്ടും ഓർമ്മിക്കണം, ജാതി സ്വാതന്ത്ര്യമല്ല. ജാതി സ്വാതന്ത്ര്യം എന്നുള്ളൊരു ഇഷ്യൂ ഇല്ല, നോൺ ഇഷ്യൂ ആണ്. അത് കത്തിച്ച് കളയേണ്ടതാണ്. 1927 ഡിസംബർ 27 അംബേദ്കർ ചെയ്തതുപോലെ മനുസ്മൃതി എന്നല്ല കത്തിച്ചത് സാക്ഷാൽ ജാതിയെ തന്നെയാണ്. അതൊരു പ്രതീകാത്മകമായ ഗംഭീരമായ സെക്യുലർ പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാം. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മറ്റൊരു മതത്തിലേക്ക് മാറാം, അവിടുന്ന് വീണ്ടും മാറും. മതപരിവർത്തനം അടക്കമുള്ള കാഴ്ചപ്പാടുകൾ, അതാണ് മതസ്വാതന്ത്ര്യം. സത്യത്തിൽ അത് അവിടെ നിൽക്കുന്നില്ല. അതിനേക്കാൾ വിപുലമായ ഒരു പരികല്പനയാണ് സത്യത്തിൽ മതപരിവർത്തനം എന്നുള്ളത്. സാമൂഹ്യ പരിവർത്തനത്തെ സ്വാഗതം ചെയ്യുകയും എന്നാൽ മതപരിവർത്തനത്തിന്റെ മുമ്പിലെത്തുമ്പോൾ സ്തംഭിച്ചു പോവുകയും ചെയ്യുന്നത് ഏതോ തരത്തിലുള്ള ജനാധിപത്യ കമ്മിയെ, ഡെമോക്രറ്റിക്സിനെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, മതസ്വാതന്ത്ര്യം. രണ്ട്, ആചാരപരമായ നിഷ്പക്ഷത. അത് സ്റ്റേറ്റിനെ സംബന്ധിച്ചുമാണ്, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ സംബന്ധിച്ചുമാണ്, വ്യക്തികളെ സംബന്ധിച്ചും ആകാവുന്നതാണ്. വ്യക്തികളെ സംബന്ധിച്ചാൽ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നത് കേരളത്തിലെ നവോത്ഥാന കാലത്ത് വാഗ്ബടാനന്ദനാണ്. പക്ഷെ ഇന്ന് സ്റ്റേറ്റ് മുതൽ ഞാനിവിടെ മുമ്പ് വന്നപ്പോൾ ഞാനത് കാര്യമായിട്ട് പ്രസംഗിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ അനിത പെണ്ണോടെ അന്ന് നമ്മൾ ഭരണഘടന നൽകിയാണ് കോളേജിൽ ഉദ്ഘാടനം ചെയ്തത്. അത് ഒരു സെക്യുലർ ചുവടുവെപ്പാണ്. നമ്മൾ സാധാരണ പല സ്ഥലത്തും ചെല്ലുമ്പോൾ വലിയ നിലവിലേക്ക് എത്തിക്കുകയാണ്. അതിനൊരു തമാശയുണ്ട്. അത് അമ്പലപ്പുഴയാണെന്ന് തോന്നുന്നു. പെൻഷനേഴ്സ് അസോസിയേഷൻ ഒരു മീറ്റിംഗ് ഒരു ഡോക്ടർ ആഗസ്റ്റിനോ മറ്റോ സംസാരിക്കുകയാണ്. 7 ചിന്തക്കാർ പറഞ്ഞു 7 സിഗരറ്റിൻ്റെ പുകയേക്കാൾ ഹാംഫുൾ ആണ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർ തിരികെടുത്തി കെടുത്താവുന്നതേ ഉള്ളൂ. തിരി മാത്രമല്ല, അതൊക്കെ എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. ആചാരപരമായ നിഷ്പക്ഷത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെ, ജാതി എന്ന് പറഞ്ഞാൽ സമർപ്പണം തന്നെയാണ്. ജാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണി എന്നാണ് അർത്ഥം.
ബാക്കിയൊക്കെ അതിൻ്റെ നിർത്തിരികളാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ വിചാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്പൂതിരി മുതൽ നായാടി വരെ അതൊക്കെ മേൽക്കൊയ്മയുടെ പ്രത്യേകമാണ്. അതിനാണ് പല ആൾക്കാരും വീട് കിടക്കുന്നത്. അങ്ങനെ യാതൊന്നുമില്ല. ഇതിൻ്റെ ഐഡിയോളജിയാണ് ഏറ്റവും പ്രധാനം. അത് തകർക്കപ്പെട്ടാൽ ബാക്കിയൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ മേൽക്കൊയ്മ അവസാനിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ കാര്യം ആചാരപരമായ നിഷ്പക്ഷം, മൂന്നാമത്തേത് പരിഷ്കരണപരമായ നീതി. അതേറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തു അവലംബിക്കാൻ കഴിയും നീതി ഒഴികെ എന്ന് എഴുതാൻ എഴുതിയ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. എന്തും നമുക്ക് അവലംബിക്കാൻ കഴിയും, നീതി യോഗ്യത. അപ്പൊ അതുകൊണ്ട് പരിഷ്കരണപരമായ നീതി എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളുടെ നീതിബോധമൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ്. കമറുദ്ദീൻ അഹമ്മദിന്റെ ഇപ്പൊ ഈ അടുത്തതിനൊരു അവാർഡ് കിട്ടിയത് ഞാൻ എടുത്തു പറയുന്നത് ചിലപ്പോൾ അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ അതിൽ ഞാൻ വ്യക്തിപരമായ വലിയ കാര്യമൊന്നും കാണുന്നില്ല. കാരണം ഈ അവാർഡ് കിട്ടുന്നതിന് മുമ്പും കമറുദ്ദീൻ അഹമ്മദ് മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയാണ്. എനിക്ക് ഉറപ്പാണ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായി. കയറ്റവട്ടം എന്ന പേരിൽ അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. അതായത് വലിയ അതേപോലെയാണോ ഞാൻ പറയുന്നത് അറിയില്ല. അതിൻ്റെ പൊരുളായിരിക്കും ഞാൻ പറയുന്നത്. പഠിക്കുന്ന കാലത്ത് സ്ത്രീധന വിരുദ്ധനായിരുന്നു. പെണ്ണ് കെട്ടുമ്പോൾ സ്ത്രീധന വിരുദ്ധനായി. മകന്റെ കല്യാണം വന്നപ്പോ വീണ്ടും സ്ത്രീധന വിരുദ്ധനായി. മകളുടെ കല്യാണമുണ്ട്, അപ്പോൾ വിരുദ്ധനാകാം. ഇതിനൊക്കെയാണ് ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങൾ എന്ന് പറയുന്നത്. കയറ്റിറക്കത്തെ കുറിച്ച് രണ്ട് വാക്ക്, വിരുദ്ധൻ വിരുദ്ധൻ. ഈ രണ്ട് വാക്ക് വെച്ച് പോസ്റ്റർ കവിത എന്ന വകുപ്പിൽ സൗന്ദര്യശാസ്ത്രപരമായി ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. ഇങ്ങനെ തന്നെ കവിത വിജയകാലം വളരെ പവർഫുള്ളാണ്. ഞാൻ ആ കവിത അല്ലല്ലോ എൻ്റെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഒരു സൗകര്യത്തിന് അവിടെയാണ് നീതി വിലങ്ങടിച്ച് നിൽക്കുന്നത്. നീതി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആർക്കും കൊണ്ട് എടുത്തു വെക്കാനുള്ള സാധനമില്ല. നമ്മള് അത് നമ്മുടെ ഈ സെഷനുള്ള ബെല്ലാണ്. മോഡറേറ്റർ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ തന്നെ അത്യാവശ്യം നമ്മൾ സംവാദം നടത്തേണ്ട കാര്യങ്ങൾ ഞാൻ കൂടി കാണിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ നാലാമത് പറഞ്ഞത് സംവാദാത്മകമായ സൗഹൃദം. അതുള്ള പ്രധാനമാണ് സംവാദാത്മകമായ സൗഹൃദം. അതായത് ആധിപത്യത്തിനും വിധേയത്തിനും അപ്പുറം ആവിഷ്കാരമായിരിക്കുന്ന സൗഹൃദം. അതിൽ സംവാദം ആവശ്യമാണ്. അതൊരാൾ കൽപ്പിക്കുകയും മറ്റൊരാൾ അനുസരിക്കുകയും ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ചേർന്നതാണ് മതനിരപേക്ഷത. ആ മതനിരപേക്ഷതയുടെ ജീവിക്കുന്ന മാതൃകകളായി മാറാൻ ഏത് ഫാസിസ്റ്റ് തീയാടുമ്പോഴും തകരാതെ ഞങ്ങൾ നിവർന്നു നിൽക്കുമെന്ന പിന്മടക്കമില്ലാത്ത പ്രതിജ്ഞ എടുക്കാനുള്ള സന്ദർഭമായി ഈ കൂട്ടായ്മ മാറുമെങ്കിൽ മാത്രം, അല്ലാതെ 300 വാക്കിൽ കവിയാതെ മതനിരപേക്ഷതയെക്കുറിച്ച് പ്രബന്ധം തെറ്റാതെ എഴുതുന്നവരായി നിങ്ങൾ തീരുമെങ്കിൽ ആ അശ്ലീലത്തോട് പൊരുത്തപ്പെടാൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സന്നദ്ധമാവുകയില്ല. ചിലപ്പോൾ ആ പേപ്പർ നോക്കുന്നത് ഞാനാണെങ്കിൽ അതിന് മാർക്കിടാൻ ഞാൻ സന്നദ്ധമാവുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഇടപെടലുകൾക്ക് വേണ്ടി അവസാനിപ്പിക്കുന്നു. പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, സെക്യുലറിസം എന്ന ആശയം സിദ്ധാന്ത തലത്തിലല്ല, അതിൻ്റെ പ്രാക്ടീസിലാണ്, അതിൻ്റെ പ്രയോഗത്തിലാണ് നിൽക്കുന്നത് എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ പാരമ്പര്യ ജീവിതത്തിനകത്ത് മതങ്ങൾ കൊണ്ടും കൊടുത്തു നിലനിന്നു പോയിട്ടുണ്ട് എന്ന കാര്യമാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒന്ന് ഇതിനകത്ത് കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയം ഒരു പുതിയ മൂല്യമായി തീരുന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട്. അനുഷ്ഠാനങ്ങളെ മതനിരപേക്ഷമായി പൊതുമണ്ഡലത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിനെ കുറിച്ച് സൂചിപ്പിച്ചു. സെക്യുലറിസം എങ്ങനെയാണ് നീതിയായി മാറുന്നത് എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം വാസ്തവത്തിൽ ഈ അരമുക്കാൽ മണിക്കൂർ സമയം കൊണ്ട് പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. KN എൻ്റെ അധ്യാപകനാണ്. പ്രീ ഡിഗ്രി ക്ലാസ്സിൽ മാഷ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പ്രധാനമായും പറയാൻ പോകുന്നത് 5 കാര്യങ്ങളാണെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ 4 കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നീ വരണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മാഷ് എണ്ണം തെറ്റും. ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട്. മാഷ് ഇനി ഞാൻ പറയാവുന്ന 4ാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേക്കും മാഷ് 5ാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 6 കാര്യങ്ങളാണ് മാഷ് കൃത്യമായി പറഞ്ഞത്. ആ കാര്യങ്ങളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ അത് പ്രതികരിക്കാനുള്ള സമയമാണ്. നിങ്ങളെ അതിനായി ക്ഷണിക്കും. ചോദ്യമാവാം, പ്രതികരണമാവാം. മാഷെ നമസ്കാരം. മാഷ് ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ, എനിക്കൊരു കാര്യത്തെ സംബന്ധിച്ചൊരു വിശദീകരണം പ്രതീക്ഷയാണ്. ആചാരപരമായ നിഷ്പക്ഷത എന്നൊരു കാര്യം പറഞ്ഞു. എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളോട് ഒരു വല്ലാത്തൊരു വിയോജിപ്പും ഒരു പ്രതിഷേധവും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ സമാധി നടന്നു, അതുപോലെ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും നാരായണ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞു. പക്ഷെ അത് എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ആചാരപരമായ നിഷ്പക്ഷത എന്നതുകൊണ്ട് ഒന്നും കൂടെ മാഷ് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. നമ്മൾ ആചാരങ്ങൾ വേണം എന്നാണോ, അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളൊക്കെ ഇന്ത്യയുടെ തന്നെ നിലനിന്ന് പോകണം, അതിനോട് നമ്മളൊന്നും പ്രതികരിക്കേണ്ടത് അവിടെ നിൽക്കട്ടെ എന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ ശാസ്ത്രീയമായ ചിന്തയും യുക്തിബോധവും ഒന്നും വേണ്ട എന്ന സംബന്ധം ഞാൻ പോയാൽ മതിയോ? കാരണം കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നവോത്ഥാന മൂല്യങ്ങളും സമരങ്ങളും ഒക്കെ ധാരാളം. പക്ഷെ ഇപ്പോൾ നമ്മൾ പിന്നാക്കം പോവുകയാണെന്നൊരു ആശങ്ക. ആചാരപരമായ നിഷ്പക്ഷതയെ കുറിച്ച് വളരെ പ്രസക്തമായിട്ടൊരു ഉത്കണ്ഠയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആചാരപരമായ നിഷ്പക്ഷത സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം അവരേജ് പറഞ്ഞ പോലെ വ്യത്യസ്ത വിഭാഗക്കാർക്ക് വ്യത്യസ്ത ആചാരങ്ങളുണ്ട്. അതതിൻ്റെ ബഹുസ്വരതയാണ്. ഏതെങ്കിലും ഒരു ജാതി മേൽക്കൊയ്മയുടെ ആചാരം ഒരു ജനതയുടെ മുഴുവൻ ആചാരമായിട്ട് സ്റ്റേറ്റ് മുന്നോട്ട് പോകാൻ പാടില്ല. ആ ജാതി വിഭാഗത്തിന് ഈ പറഞ്ഞ സംവാദങ്ങൾ നിലനിർത്തിക്കൊണ്ട് തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യും. അതേസമയം സ്റ്റേറ്റ് നിഷ്പക്ഷത പാലിക്കണം എന്നാണ് പ്രധാനമായിട്ടും ആ മണ്ഡലത്തിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കറിയാലോ പല സ്ഥലത്തും ഇവിടെ എന്താണെന്നറിയില്ല, ഞാൻ എടുത്തു പറഞ്ഞു. ഇവിടെ ഇന്ത്യൻ ഉദ്ഘാടനം നടന്നപ്പോൾ ഭരണഘടനയുടെ അതിന് പകരം മറ്റു ചില ആചാരങ്ങൾ പല കോളേജുകളിലും നടത്താറുണ്ട്. നിരന്തരമായ ആശയപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നുള്ള പതുക്കെ പുറത്തു കടന്നു വരികയാണ്. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം ശ്രീനാരായണൻ പറഞ്ഞതിനെയും സഹോദരൻ പറഞ്ഞതിനെയും ബഹുസ്വരതയുടെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയാണ് ശ്രീനാരായണൻ അതിനെ കണ്ടത്. ശ്രീനാരായണൻ ഒരു ദൈവത്തെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥന എഴുതിയപ്പോൾ സയൻസിനെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥന സഹോദരത്തിന് എഴുതിയത്. ആലവഴി അദ്വൈതാശ്രമത്തിൽ ഗുരു പറഞ്ഞു ദൈവപ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം അയ്യപ്പൻ്റെ സയൻസ് പ്രാർത്ഥനയും ചൊല്ലാവുന്നതാണ്. അത്രയും, അതായത് അതിൽ സംവാദം നടത്താവുന്നതാണ്.
ഏതാണ് കൂടുതൽ വികസിച്ചത് എന്നതിനെ കുറിച്ചുള്ള സംവാദം നടത്താവുന്നതാണ്. സംഘടന ആവശ്യമില്ല. ഈ രണ്ട് കാര്യങ്ങളെയും വൈരുദ്ധ്യാത്മകമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരാലോചന എന്ന അർത്ഥത്തിലാണ് ആചാരപരമായ നിഷ്പക്ഷത. അല്ല അടിപൊളി സ്റ്റേറ്റ്. ഇപ്പൊ നമ്മുടെ പാർലമെന്റ് ഒരു അതിന്റെ ഉദ്ഘാടനം നടന്ന വിവരം നമ്മൾ പറയേണ്ടല്ലോ. ഇന്ത്യൻ പ്രസിഡന്റിനെ തന്നെ ഒഴിവാക്കി. സ്ത്രീ ആയതിനാൽ, ദളിതായതിനാൽ, വിജയായതിനാൽ ഒഴിച്ചു നിർത്തപ്പെട്ടു. അംബേദ്കർ ഒരിക്കൽ പറയുന്നത് ഇന്ത്യയിൽ മജിസ്ട്രേറ്റിന് മുകളിലാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ മജിസ്ട്രേറ്റിന് മുകളിൽ പുരോഹിതനാണ് എന്നുള്ളതും മജിസ്ട്രേറ്റ് തന്നെ പുരോഹിതനാവുന്നുണ്ട് എന്നതും പ്രധാനമന്ത്രി പുരോഹിതനാവുന്നുണ്ട് എന്നതും പകൽ പോലെ വ്യക്തമായ വ്യക്തമൊന്നും അത്ര തെളിഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും നിലവിലുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു നിൽക്കാതെ വളരെ തുടരേണ്ട ഒരു അന്വേഷണമാണ്. ബാബുരാജ് അനിലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം സെക്യുലർ ബാബുരാജാണ് അദ്ദേഹത്തെ അഭ്യർത്ഥന ചെയ്യുന്നത്. ഈ വരുന്നുണ്ടോ? സമയം കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. മാഷ് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്യുലറിസം ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്യാനൊരു വിഷയമല്ല. അത് ജീവിതത്തിൽ ഒരു നിമിഷം പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം, ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ ആവേശത്തോടു കൂടി വരുന്ന സെറ്റ് ജനറേഷനിൽപ്പെട്ട കുട്ടികൾ ചിലപ്പോൾ കല്യാണങ്ങൾക്ക് കൊണ്ടുവരുമ്പോൾ സേവ് ദ ഡേ എന്ന് പറഞ്ഞ് കിട്ടുന്ന ചിത്രത്തിൽ സാരി കൊടുത്ത് വിളക്കൊക്കെ വെച്ച് അമ്പലത്തിന് നടക്കുന്നത് നിന്ന് രണ്ടാളും കൂടി ഫോട്ടോ എടുത്തിട്ട് സേവ് ദ ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കേട്ടതിനൊന്നും ഒരു അർത്ഥമില്ലെന്ന് അതിൻ്റെ അർത്ഥം. അത് ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ് സെക്യുലറിസം. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ബ്രാഹ്മണിക മൂല്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നത്? അരുത് എന്ന് പറയുന്നിടത്ത് അരുത് എന്ന് പറയാനുള്ള ശേഷിയാണ് പുതിയ വൈബ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാറ്റിനും കീഴ്പ്പെടുത്തുക, എന്നിട്ട് നമ്മൾ ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു കച്ചവടത്തിന് കൾച്ചറൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംഗതിക്ക് കീഴ്പ്പെട്ട് അവിടെയാണ് വൈബുള്ളത് എന്ന് വിചാരിക്കുകയും ഏറ്റവും പ്രാചീനമായ ആചാരങ്ങൾക്ക് സ്വയം കീഴ്പ്പെടുകയും ചെയ്യുക, അത് ഈ പറഞ്ഞതിനെല്ലാം വിരുദ്ധമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും എടുക്കേണ്ട ഒരു നിലപാടിൻ്റെ പേരാണ് സെക്യുലറിസം. അതിനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതിലാണ് സെക്യുലറിസത്തിന്റെ അതിജീവനവും ഭാവിയും. നമസ്കാരം. സെക്യുലറിസത്തിന്റെ അതിജീവനവും സാംസ്കാരിക ഇടപെടലുകളുടെ അനിവാര്യതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിയ ശ്രീ KEN മാഷിനും ആമുഖ ഭാഷണം നിർവഹിച്ച ഡോക്ടർ KM അനിൽ മാഷിനും മലയാള സർവകലാശാലയുടെ പേരിലും സാഹിതി 2025 പേരിലും നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ സെഷൻ ഇവിടെ